നമസ്കാരം, ഗുഡ്നസ് ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. രാജ്കോട്ട് തീപിടുത്തം ഗുജറാത്ത് സർക്കാരിനെ വിശ്വാസത്തിലെടുക്കാനാവില്ലെന്ന് തുറന്നടിച്ച് ഹൈക്കോടതി. രാജ്യാന്തര അവയവക്കടത്തിൽ പങ്ക് ഇറാനിലുള്ള മലയാളിയെ കണ്ടെത്താൻ അന്വേഷണ സംഘം ബ്ലൂ കോർണർ നോട്ടീസ് ഇറക്കും. സ്വയം പരിക്കേൽപ്പിച്ചെന്ന് വാദിച്ച് പ്രതിഭാഗം അഭിഭാഷകൻ കോടതിയിൽ പൊട്ടിക്കരഞ്ഞ് സ്വാതി മരിവാൾ എം പി. മേയർ ഡ്രൈവർ തർക്കം, MLA ബസ്സിൽ കയറിയെന്ന് സാക്ഷിമൊഴി ബസിന്റെ ട്രിപ്പ് ഷീറ്റിലും രേഖപ്പെടുത്തി. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് 3ാം IPL കിരീടം. ഹൈദരാബാദിനെ തകർത്തത് 8 വിക്കറ്റിന്. വാർത്തകൾ വിശദമായി. രാജ്കോട്ട് ഗെയിമിംഗ് സെന്ററിന്റെ തീപിടുത്തത്തിൽ സംസ്ഥാന സർക്കാരിനെ വിശ്വാസത്തിലെടുക്കാനാവില്ലെന്ന് ഗുജറാത്ത് ഹൈക്കോടതിയുടെ വിമർശനം. കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ 32 പേരുടെ മരണത്തിനിടയാക്കിയ സംഭവത്തിൽ സർക്കാരിന്റെയും രാജ്കോട്ട് മുനിസിപ്പൽ കോർപ്പറേഷന്റെയും ഭാഗത്തുനിന്നുണ്ടായ വീഴ്ചകളെ കോടതി രൂക്ഷമായി വിമർശിച്ചു. 2 വർഷമായി ലൈസൻസോ അഗ്നിരക്ഷാ സംവിധാനങ്ങളോ ഇല്ലാതെയാണ് 2 ഗെയിമിംഗ് സെന്ററുകളും പ്രവർത്തിച്ചിരുന്നതെന്ന വിവരം അറിയിച്ചപ്പോഴാണ് സർക്കാരിനെ വിശ്വസിക്കാനാവില്ലെന്ന് കോടതി പ്രതികരിച്ചത്. ഗെയിമിംഗ് സെന്ററിന് പ്രവർത്തനാനുമതി തേടിയിരുന്നില്ലെന്ന് പറഞ്ഞ മുനിസിപ്പൽ കോർപ്പറേഷനെയും കോടതി ശക്തമായ ഭാഷയിൽ ശകാരിച്ചു. 2.5 വർഷമായി സെന്റർ നിയമവിരുദ്ധമായി പ്രവർത്തിക്കുമ്പോൾ മുനിസിപ്പൽ ഉദ്യോഗസ്ഥർ എവിടെയായിരുന്നെന്ന് കോടതി ചോദിച്ചു. മുനിസിപ്പൽ ഓഫീസർമാർ ഗെയിമിംഗ് സെന്ററിൽ നിൽക്കുന്ന ചിത്രം ശ്രദ്ധയിൽപ്പെട്ടതോടെ കോടതിയുടെ വാക്കുകൾ കൂടുതൽ പരുഷമായി. ഫോട്ടോയിലുള്ള ഉദ്യോഗസ്ഥർ ആരാണെന്നും അവരും ഗെയിമിംഗ് സെന്ററിൽ കളിക്കുകയായിരുന്നോ എന്നും കോടതി ചോദിച്ചു. അഹമ്മദാബാദിൽ ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന മറ്റ് 2 ഗെയിമിംഗ് സെന്ററുകൾ കൂടിയുണ്ടെന്നും ഇത്തരം കേസുകൾ അന്വേഷിച്ച് 72 മണിക്കൂറിനുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തെ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും സർക്കാർ കോടതിയെ അറിയിച്ചു. 4 വർഷത്തിനുള്ളിൽ പല തീരുമാനങ്ങളും നിർദ്ദേശങ്ങളും പുറപ്പെടുവിച്ചതിനു ശേഷവും ഇത്തരത്തിലുള്ള 6 സംഭവങ്ങൾ ഉണ്ടായതായി കോടതി നിരീക്ഷിച്ചു. സംഭവത്തിൽ കോടതി സ്വമേധയാ കേസെടുക്കുകയായിരുന്നു. അതേസമയം തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമാക്കുന്ന CCTV ദൃശ്യങ്ങൾ പോലീസ് പുറത്തുവിട്ടു. അടുത്തുള്ള വെൽഡിംഗ് കേന്ദ്രത്തിൽ നിന്നാണ് തീ പടർന്നു തുടങ്ങിയതെന്നാണ് ദൃശ്യങ്ങളിലുള്ളത്. ഇത് ഗെയിമിംഗ് കേന്ദ്രത്തിനു സമീപം സൂക്ഷിച്ചിരുന്ന ഇന്ധന കന്നാസുകളിലേക്ക് പടർന്നതോടെ തീ ആളിപ്പടരുകയായിരുന്നു. 3000-ലധികം ലിറ്റർ ഇന്ധനം ഗെയിമിംഗ് കേന്ദ്രത്തിൽ സൂക്ഷിച്ചിരുന്നതായാണ് വിവരം. പ്രത്യേക അന്വേഷണ സംഘം ഗുജറാത്ത് സർക്കാരിന് നൽകിയ റിപ്പോർട്ടിലാണ് CCTV ദൃശ്യങ്ങളെക്കുറിച്ചുള്ള സ്ഥിരീകരണമുള്ളത്. ഷോർട്ട് സർക്യൂട്ടാകാം അപകട കാരണമെന്നാണ് മുൻപ് പോലീസ് പറഞ്ഞിരുന്നത്. BJPക്ക് സുപ്രീം കോടതിയിൽ തിരിച്ചടി. തൃണമൂൽ കോൺഗ്രസിന് അവഹേളിക്കുന്ന പരസ്യങ്ങൾ വിലക്കിയതിനെതിരായ ഹർജിയിൽ സുപ്രീം കോടതി ഇടപെട്ടില്ല. പരസ്യങ്ങൾ പ്രഥമ ദൃഷ്ട്യാ അപമാനകരമാണെന്ന് സുപ്രീം കോടതി നിരീക്ഷിച്ചു. പരസ്യങ്ങൾ കൽക്കട്ട ഹൈക്കോടതി വിലക്കിയതിനെതിരെയാണ് BJP സുപ്രീം കോടതിയെ സമീപിച്ചത്. കോടതിയുടെ പരാമർശത്തിന്റെ പശ്ചാത്തലത്തിൽ ഹർജി പിൻവലിക്കുകയാണെന്ന് BJP അറിയിച്ചു. ടെലിവിഷൻ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ പ്രസിദ്ധീകരിച്ച പരസ്യങ്ങളിലാണ് സുപ്രീം കോടതിയുടെ സുപ്രധാന നിരീക്ഷണം പുറത്തുവന്നിരിക്കുന്നത്. തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിനു പുറമെ പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ചട്ടങ്ങളുടെയും ലംഘനമാണ് പരസ്യങ്ങളെന്നാണ് കൊൽക്കത്ത ഹൈക്കോടതി നേരത്തെ നിരീക്ഷിച്ചത്. നിശബ്ദ പ്രചാരണ ദിനത്തിലും വോട്ടിംഗ് ദിനത്തിലുമാണ് BJP ഈ പരസ്യങ്ങൾ പ്രസിദ്ധീകരിച്ചത്. പശ്ചിമ ബംഗാളിൽ BJP സ്ഥാനാർത്ഥി അഭിജിത് ഗംഗോപാധ്യായക്കെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കഴിഞ്ഞ ദിവസം നടപടി എടുത്തിരുന്നു. അഭിജിത് ഗംഗോപാധ്യായയെ 24 മണിക്കൂർ നേരത്തേക്ക് പ്രചാരണം നടത്തുന്നതിൽ നിന്ന് വിലക്കി. മുഖ്യമന്ത്രി മമതാ ബാനർജിക്കെതിരായ അധിക്ഷേപ പരാമർശത്തിലാണ് നടപടി. മാന്യതയ്ക്ക് നിരക്കാത്ത പരാമർശമാണ് അഭിജിത് ഗംഗോപാധ്യായ നടത്തിയതെന്ന് നേരത്തെ കമ്മീഷൻ വിമർശിച്ചിരുന്നു. 10 ലക്ഷമോ മമതയുടെ വിലയെന്ന പരാമർശമാണ് നടപടിക്ക് കാരണമായത്. പരാമർശത്തിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് തൃണമൂൽ കോൺഗ്രസ് പരാതി നൽകിയിരുന്നു. ഡിജിറ്റൽ തെളിവുകൾ സൂക്ഷിക്കുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ നടപ്പാക്കാനുള്ള നടപടികൾ ആരംഭിച്ചതായി സർക്കാരും രജിസ്ട്രാറും അറിയിച്ചതിനെ തുടർന്ന് ഇത് സംബന്ധിച്ച ഉപഹർജി ഹൈക്കോടതി തീർപ്പാക്കി. നടി ആക്രമിക്കപ്പെട്ട കേസിന്റെ പശ്ചാത്തലത്തിൽ ഡിജിറ്റൽ തെളിവ് സൂക്ഷിക്കുന്നതിൽ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കണമെന്നാവശ്യപ്പെട്ട് സർക്കാർ ഹൈക്കോടതിയിൽ ഉപഹർജി നൽകിയിരുന്നു. ഇതാണ് ജസ്റ്റിസ് K. ബാബുവിന്റെ ബെഞ്ച് ഇന്ന് തീർപ്പാക്കിയത്. നടി ആക്രമിക്കപ്പെട്ടതുമായി ബന്ധപ്പെട്ട് കോടതി മുമ്പാകെയുള്ള ഹർജികൾ നാളെ വീണ്ടും പരിഗണിക്കും. മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചുകൊണ്ടുള്ള സർക്കുലർ ഇറക്കുന്നതിൽ ഹൈക്കോടതി സ്വമേധയാ ഇടപെടുന്നുണ്ടെന്ന് ജസ്റ്റിസ് K. ബാബു വ്യക്തമാക്കി. കോടതി ഉത്തരവ് ചീഫ് സെക്രട്ടറിക്കും DGPക്കും എല്ലാ ജില്ലാ ജഡ്ജിമാർക്കും കൈമാറിയെന്ന് രജിസ്ട്രാർ അറിയിച്ചിട്ടുണ്ട്. മാർഗനിർദ്ദേശങ്ങൾ നടപ്പാക്കാനുള്ള നടപടികൾ ആരംഭിച്ചു. ഹൈക്കോടതിയുടെ ശുപാർശകൾ നടപ്പാക്കാൻ എല്ലാ പോലീസ് ഉദ്യോഗസ്ഥർക്കും നിർദ്ദേശം നൽകിയെന്ന് സർക്കാരും വ്യക്തമാക്കി. മാർഗനിർദ്ദേശങ്ങൾ കർശനമായി നടപ്പാക്കണമെന്നാണ് ഉദ്യോഗസ്ഥർക്കുള്ള നിർദ്ദേശം. നടി ആക്രമിക്കപ്പെട്ട കേസിലെ മെമ്മറി കാർഡ് അനധികൃതമായി പരിശോധിച്ചെന്ന പരാതിയെ തുടർന്ന് എറണാകുളം സെഷൻസ് ജഡ്ജിയോട് അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു.
ഡിജിറ്റൽ തെളിവുകൾ സൂക്ഷിക്കാനുള്ള മാർഗനിർദ്ദേശങ്ങളും കോടതി ഇതിനോടൊപ്പം പുറപ്പെടുവിച്ചു. ലൈംഗിക കുറ്റകൃത്യങ്ങളുടെ ഡിജിറ്റൽ തെളിവുകൾ പ്രതികൾക്കുൾപ്പെടെ ആർക്കും നൽകരുതെന്നും ദൃശ്യങ്ങൾ പരിശോധിക്കുന്നത് കോടതി ഉത്തരവ് പ്രകാരം മാത്രമാകണമെന്നും ഈ മാർഗനിർദ്ദേശത്തിൽ വ്യക്തമാക്കിയിരുന്നു. വിദഗ്ധരുടെ സാന്നിധ്യത്തിൽ മാത്രമാകണം ദൃശ്യങ്ങളുടെ പരിശോധന നടത്തേണ്ടതെന്നും പരിശോധനയുടെ നടപടിക്രമങ്ങളും പരിശോധനാ സമയവും തീയതിയും പരിശോധിച്ച വ്യക്തികൾ ആരൊക്കെയെന്നും രേഖപ്പെടുത്തണമെന്നും കോടതി നിർദ്ദേശിച്ചിരുന്നു. നടപടിക്രമങ്ങൾ പൂർത്തിയായ ശേഷം തെളിവുകൾ നശിപ്പിച്ച് ഇതിന്റെ റിപ്പോർട്ട് അധികൃതർ കോടതിക്ക് നൽകണമെന്നുൾപ്പെടെയാണ് മാർഗനിർദ്ദേശങ്ങൾ. രാജ്യാന്തര അവയവക്കടത്തിൽ അന്വേഷണം കൂടുതൽ മേഖലകളിലേക്ക്. ഇറാനിലുള്ള മലയാളിയെ കണ്ടെത്താൻ അന്വേഷണ സംഘം നീക്കം തുടങ്ങി. ഈ പ്രതിയെ തിരിച്ചെത്തിക്കാൻ ബ്ലൂ കോർണർ നോട്ടീസ് ഇറക്കും. ഇതിനായി നടപടികൾ തുടങ്ങി. മറ്റൊരു ഹൈദരാബാദ് സ്വദേശിക്കുമായി അന്വേഷണം ഊർജിതമാണ്. ഓരോ ഇടപാടിലും പ്രതികൾ 20 മുതൽ 30 ലക്ഷം വരെ ലാഭമുണ്ടാക്കിയെന്ന് വിലയിരുത്തൽ. രാജ്യാന്തര അവയവക്കടത്തിൽ 5 വർഷം നടത്തിയ ഇടപാടിൽ പ്രതികൾ 4 മുതൽ 6 കോടി വരെ നേടിയിരിക്കാമെന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. കേസിലെ മുഖ്യപ്രതികൾ 4 പേരാണ്. ഇതിൽ 2 പേരാണ് ഇനി അറസ്റ്റിലാകാനുള്ളത്. അതിനിടെ രാജ്യാന്തര അവയവക്കടത്തിൽ അറസ്റ്റിലായ പ്രതി സജിത് ശ്യാമിനെ കസ്റ്റഡിയിൽ വാങ്ങാൻ അപേക്ഷ നൽകാൻ അന്വേഷണ സംഘം നീക്കം തുടങ്ങി. 1-ാം പ്രതി സാബിത് നാസറിനൊപ്പം ഇരുത്തി ഇയാളെയും ചോദ്യം ചെയ്യാനാണ് തീരുമാനം. തമിഴ്നാട്, ഹൈദരാബാദ് കേന്ദ്രീകരിച്ചാണ് നിലവിൽ അന്വേഷണം നടക്കുന്നത്. കേസിൽ കൂടുതൽ പ്രതികൾ അറസ്റ്റിലാകാനുണ്ടെന്ന് ആലുവ റൂറൽ പോലീസ് അറിയിച്ചു. അവയവക്കടത്തിലെ കണ്ണികളും ഇരകളും തമിഴ്നാട്ടിലുണ്ടെന്ന് വിവരം പുറത്തുവന്നിരുന്നു. സാമ്പത്തിക പ്രതിസന്ധി നിൽക്കുന്നവരെ തെറ്റിദ്ധരിപ്പിച്ച് വിദേശത്തേക്ക് കയറ്റി അയച്ചായിരുന്നു പ്രതികൾ അവയവ കച്ചവടം നടത്തിയിരുന്നത്. സാബിത് നാസറിന്റെ നേതൃത്വത്തിലായിരുന്നു ആളുകളെ വിദേശത്തേക്ക് കടത്തിയത്. രാജ്യാന്തര അവയവ കച്ചവട റാക്കറ്റിൽപ്പെട്ടയാൾ നേരത്തെ മുംബൈയിൽ പിടിയിലായതോടെയാണ് മലയാളിയായ സാബിത് നാസർ അന്വേഷണ സംഘത്തിൽ പിടിയിലാകുന്നത്. കൊച്ചി, കുവൈറ്റ്, ഇറാൻ റൂട്ടിൽ കഴിഞ്ഞ 3 വർഷമായി സ്ഥിരമായി യാത്ര ചെയ്തിരുന്ന പ്രതി അവയവ കച്ചവടത്തിനായി ആളുകളെ കൊണ്ടുപോയെന്ന് വ്യക്തമായി. ഇതോടെയാണ് നെടുമ്പാശ്ശേരിയിൽ എമിഗ്രേഷൻ അധികൃതർ തടഞ്ഞു പിടികൂടിയത്. NIA-യും IB-യും കഴിഞ്ഞ ദിവസം പ്രതിയെ ചോദ്യം ചെയ്തിരുന്നു. ദില്ലിയിൽ തീസ് ഹസാരി കോടതിക്കുള്ളിൽ പൊട്ടിക്കരഞ്ഞ് രാജ്യസഭാ MP സ്വാതി മലിവാൾ. നാടകീയ രംഗങ്ങളാണ് കോടതിക്കുള്ളിൽ അരങ്ങേറിയത്. സ്വാതി സ്വയം പരിക്കേൽപ്പിച്ചതാണെന്നും സംഭവം നടന്നപ്പോൾ ബിഭവ് കുമാർ മുഖ്യമന്ത്രിയുടെ വസതിയിൽ ഇല്ലായിരുന്നു എന്നുമുള്ള പ്രതിഭാഗം അഭിഭാഷകന്റെ വാദങ്ങൾ കേട്ടാണ് സ്വാതി മലിവാൾ പൊട്ടിക്കരഞ്ഞത്. സ്വാതി മലിവാളിനെ ആക്രമിച്ചെന്ന കേസിലെ പ്രതി ബൈഭവ് കുമാറിന്റെ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കുന്ന സമയത്തായിരുന്നു അഭിഭാഷകന്റെ വാദങ്ങൾ. സ്വാതിയെ അപകീർത്തിപ്പെടുത്താനല്ല ഇക്കാര്യങ്ങൾ പറഞ്ഞതെന്ന് അഭിഭാഷകൻ അറിയിച്ചെങ്കിലും അവർ പൊട്ടിക്കരയുകയായിരുന്നു. ആരോപണങ്ങൾ ഉന്നയിക്കാനായി മുഖ്യമന്ത്രിയുടെ വീട്ടിൽ CCTV ഇല്ലാത്ത ഡ്രോയിംഗ് റൂം മനഃപൂർവ്വം സ്വാതി തിരഞ്ഞെടുക്കുകയായിരുന്നെന്നും ആസൂത്രിതമായ ആരോപണങ്ങളാണ് സ്വാതി ഉന്നയിച്ചതെന്നും ബൈഭവിന്റെ അഭിഭാഷകൻ വ്യക്തമാക്കി. ജുഡീഷ്യൽ കസ്റ്റഡിയിലുള്ള ബൈഭവ് കുമാറിന്റെ ജാമ്യാപേക്ഷ നേരത്തെ കോടതി തള്ളിയിരുന്നു. 2ാമത്തെ അപേക്ഷയാണ് ഇന്ന് പരിഗണിച്ചത്. ആം ആദ്മി പാർട്ടിയുടെ മുൻനിര നേതാക്കളിൽ ഒരാളായ സ്വാതി മാലിവാൾ ഡൽഹി വനിതാ കമ്മീഷൻ മുൻ അധ്യക്ഷയുമാണ്. മെയ് 13-ന് കെജ്രിവാളിനെ കാണാനായി ഔദ്യോഗിക വസതിയിലെത്തിയ തന്നെ ബൈഭവ് കുമാർ ക്രൂരമായി ആക്രമിച്ചെന്നാണ് സ്വാതി മലിവാൾ MP പരാതി നൽകിയിരുന്നത്. മേയർ ആര്യ രാജേന്ദ്രനും പങ്കാളിയും MLA-യുമായ സച്ചിൻ ദേവും KSRTC ഡ്രൈവറുമായുണ്ടായ റോഡിൽ നടത്തിയ തർക്കവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ച് പോലീസ്. MLA സച്ചിൻ ദേവ് ബസ്സിൽ കയറിയെന്നാണ് സാക്ഷിമൊഴി. ബസ്സിലെ യാത്രക്കാരാണ് മൊഴി നൽകിയത്. വാഹനം പോലീസ് സ്റ്റേഷനിലേക്ക് പോകാൻ ആവശ്യപ്പെട്ടുവെന്നും മൊഴിയുണ്ട്. MLA ബസ്സിൽ കയറിയ കാര്യം കണ്ടക്ടർ ബസ്സിന്റെ ട്രിപ്പ് ഷീറ്റിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. സർവീസ് തടസ്സപ്പെടുത്തിയതിന്റെ വിവരങ്ങൾ രേഖപ്പെടുത്തിയപ്പോഴാണ് MLA ബസ്സിൽ കയറിയെന്നും രേഖപ്പെടുത്തിയത്. ഈ രേഖ KSRTC-യിൽ നിന്നും പോലീസ് ശേഖരിച്ചു. അതേസമയം മേയർ ആര്യ രാജേന്ദ്രനും KSRTC ഡ്രൈവറും തമ്മിലുള്ള തർക്കത്തിലെ സംഭവങ്ങൾ പോലീസ് പുനരാവിഷ്കരിച്ചു. ഡ്രൈവർ യദു ബസ് ഓടിക്കുന്നതിനിടെ ലൈംഗിക ചേഷ്ട കാണിച്ചുവെന്ന മേയറുടെ പരാതി അന്വേഷിക്കുന്നതിന്റെ ഭാഗമായാണ് പോലീസ് നടപടി. പട്ടം, പ്ലാമൂട് മുതൽ PGM വരെയാണ് ബസ്സും കാറും ഓടിച്ചു പരിശോധിച്ചത്. മേയറുടെ പരാതി ശരിവയ്ക്കുന്ന തെളിവുകൾ ലഭിച്ചുവെന്ന് പോലീസ് അറിയിച്ചു. ഡ്രൈവർ മോശമായ ആംഗ്യം കാണിച്ചാൽ കാറിന്റെ പിൻസീറ്റിരിക്കുന്ന ആൾക്ക് കാണാൻ കഴിയുമെന്നാണ് പോലീസ് കണ്ടെത്തൽ. KSRTC ഡ്രൈവർ യദുവിനെതിരെ നൽകിയ പരാതിയിൽ മേയർ ആര്യ രാജേന്ദ്രന്റെ രഹസ്യമൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ജുഡീഷ്യൽ 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 12-ലാണ് രഹസ്യമൊഴി നൽകിയത്. രഹസ്യമൊഴി നൽകാനായി മ്യൂസിയം പോലീസ് മേയർക്ക് നോട്ടീസ് നൽകിയിരുന്നു. യദു അശ്ലീല ആംഗ്യം കാണിച്ചെന്നാണ് മേയറുടെ പരാതി. ആദ്യം കണ്ടെയ്ൻമെന്റ് പോലീസ് അന്വേഷിച്ച കേസ് നിലവിൽ മ്യൂസിയം പോലീസാണ് അന്വേഷിക്കുന്നത്. യുക്രൈനുമായുള്ള യുദ്ധം നിർത്തിവെക്കാൻ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ തയ്യാറായതായി റിപ്പോർട്ട്. നിലവിൽ പിടിച്ചെടുത്ത പ്രദേശങ്ങൾ അംഗീകരിച്ചുകൊണ്ടും പോരാട്ടം നടക്കുന്ന മേഖലകളിൽ സാന്നിധ്യം നിലനിർത്തിക്കൊണ്ടുമുള്ള വെടിനിർത്തലിനാണ് പുടിൻ തയ്യാറാകുന്നതെന്ന് റഷ്യൻ കേന്ദ്രങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് വാർത്താ ഏജൻസിയായ റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്തു.
യുക്രൈനും പാശ്ചാത്യ ശക്തികളും അനുകൂലമായി പ്രതികരിക്കുന്നില്ലെങ്കിൽ യുദ്ധം തുടരാനും പുടിൻ തയ്യാറാണെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. സമാധാന ചർച്ചകളെ പാശ്ചാത്യ ശക്തികൾ വഴിതിരിച്ചുവിടാൻ ശ്രമിക്കുന്നതിലും യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി ചർച്ചയിലെന്ന് പ്രഖ്യാപിച്ചതിലും പുടിൻ അമർഷം രേഖപ്പെടുത്തിയതായി റഷ്യൻ കേന്ദ്രങ്ങൾ റോയിട്ടേഴ്സിനോട് പറഞ്ഞു. അതേസമയം തെറ്റിദ്ധരിപ്പിക്കുന്ന സൂചനകൾ നൽകി അടുത്ത മാസം സ്വിറ്റ്സർലൻഡിൽ യുക്രൈന്റെ നേതൃത്വത്തിൽ നടക്കുന്ന സമാധാന ഉച്ചകോടിയെ വഴിതിരിച്ചുവിടാനുള്ള ശ്രമമാണ് പുടിൻ നടത്തുന്നതെന്ന് യുക്രൈൻ വിദേശകാര്യമന്ത്രി ദിമിത്രോ കുലേബ എക്സിൽ പ്രതികരിച്ചു. റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് രാജ്യാന്തര സമൂഹത്തിന്റെ അഭിപ്രായങ്ങൾ ഏകീകരിക്കാൻ ജൂണിലാണ് സ്വിസ് സമാധാന ഉച്ചകോടി നടക്കുന്നത്. സെലൻസ്കിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ചർച്ചയിൽ പുടിൻ പങ്കെടുക്കരുതെന്ന് യുക്രൈൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. സ്വിറ്റ്സർലൻഡും റഷ്യയെ ക്ഷണിച്ചിട്ടില്ല. പഠനത്തിനാവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കണമെന്നാവശ്യപ്പെട്ട് ഇടുക്കി മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികൾ നടത്തുന്ന രാപ്പകൽ സമരം 6ാം ദിവസത്തിലേക്ക് കടന്നു. പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കാൻ സർക്കാർ തയ്യാറായിട്ടില്ല. പ്രശ്നം പരിഹരിക്കാൻ ആരോഗ്യവകുപ്പ് മന്ത്രി ചർച്ചയ്ക്ക് ക്ഷണിച്ചെങ്കിലും വിദ്യാർത്ഥികളെ നേരിട്ട് കാണാൻ തയ്യാറായില്ല. പ്രൈവറ്റ് സെക്രട്ടറിയെയും മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറെയും കാര്യങ്ങൾ ധരിപ്പിച്ച് മടങ്ങേണ്ടി വന്നുവെന്നും വിദ്യാർത്ഥികൾ വ്യക്തമാക്കി. ഇടുക്കി മെഡിക്കൽ കോളേജിൽ MBBS 2ാം വർഷ ക്ലാസ് തുടങ്ങി 5 മാസം കഴിഞ്ഞിട്ടും വിദ്യാർത്ഥികൾ ലാബ് പോലും കണ്ടിട്ടില്ല. ഓപ്പറേഷൻ തിയേറ്റർ ഇല്ലാത്തതിനാൽ രോഗികളെ മറ്റ് ആശുപത്രിയിലേക്ക് പറഞ്ഞയക്കുന്നതും പഠനത്തിന് തടസ്സമാണ്. ഹോസ്റ്റലിന്റെ പണി പൂർത്തിയാകാത്തതിനാൽ ആൺകുട്ടികളുടെ ഹോസ്റ്റലിലാണ് പെൺകുട്ടികൾ താമസിക്കുന്നത്. പുതുതായി 100 കുട്ടികൾ കൂടി എത്തുമ്പോൾ വീണ്ടും താമസ സൗകര്യം ഇല്ലാതാകും. പഠിക്കുന്നതിന് 50 പേർക്കുള്ള ഒരു ലെക്ചറർ ഹാൾ മാത്രമാണുള്ളത്. പ്രശ്നം പരിഹരിക്കാൻ ആരോഗ്യവകുപ്പ് മന്ത്രി ചർച്ചയ്ക്ക് ക്ഷണിച്ചുവെങ്കിലും വിദ്യാർത്ഥികളെ നേരിട്ട് കാണാൻ തയ്യാറായില്ല. പ്രൈവറ്റ് സെക്രട്ടറിയും മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറെയും കാര്യങ്ങൾ ധരിപ്പിച്ച് മടങ്ങേണ്ടി വന്നു. മുൻപ് സമരം നടത്തിയപ്പോൾ ഒത്തുതീർപ്പിനായി പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും ആവർത്തിക്കുക മാത്രമാണ് ചെയ്തതെന്ന് വിദ്യാർത്ഥികൾ പറഞ്ഞു. അതേസമയം പണികൾ വൈകാൻ കാരണം ഏറ്റെടുത്തു നടക്കുന്ന സർക്കാർ ഏജൻസിയായ കിറ്റ്കോയുടെ അലംഭാവമാണെന്നും ആരോപണമുണ്ട്. 150 കോടിയിലധികം രൂപ കിറ്റ്കോയ്ക്ക് കൈമാറിയിട്ടും കൂടുതൽ പണം ആവശ്യപ്പെട്ടാണ് ജോലികൾ വൈകുന്നത്. ജൂൺ 4-ന് ഉത്തര കൊറിയ 2ാം ചാരോപഗ്രഹം വിക്ഷേപിച്ചേക്കുമെന്ന് റിപ്പോർട്ട്. ഉപഗ്രഹ വിക്ഷേപണത്തിനുള്ള ലോഞ്ച് വിൻഡോ ഞായറാഴ്ച രാത്രി മുതൽ പ്രവർത്തനം തുടങ്ങിയതായി ജപ്പാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. കൊറിയൻ മുനമ്പിനും ഫിലിപ്പീൻസ് ദ്വീപായ ലൂസോനും സമീപത്തായി റോക്കറ്റിന്റെ അവശിഷ്ടങ്ങൾ പതിക്കാനിടയുള്ള 3 സ്ഥലങ്ങൾ അപകട മേഖലയായി ഉത്തര കൊറിയ പ്രഖ്യാപിച്ചിട്ടുണ്ടെന്നും ജപ്പാൻ കോസ്റ്റ് ഗാർഡിനെ ഉദ്ധരിച്ചുകൊണ്ടുള്ള റിപ്പോർട്ടുകൾ പറയുന്നു. ബാലിസ്റ്റിക് മിസൈൽ സാങ്കേതികവിദ്യ ഉപയോഗിച്ചുള്ള ഉപഗ്രഹ വിക്ഷേപണം UN ചട്ടങ്ങളുടെ ലംഘനമാണെന്നും ഉപഗ്രഹ വിക്ഷേപണ പദ്ധതി ഉപേക്ഷിക്കണമെന്നും കിം ജോങ് ഉന്നിനോട് ആവശ്യപ്പെടാൻ US, ജപ്പാൻ, ദക്ഷിണ കൊറിയ എന്നിവർ തമ്മിൽ ധാരണയായി. 2023 നവംബറിൽ ആദ്യ ചാര ഉപഗ്രഹം ഉത്തര കൊറിയ വിജയകരമായി വിക്ഷേപിച്ചിരുന്നു. പദ്ധതി UN ചട്ടങ്ങളുടെ ലംഘനമാണെന്നാരോപിച്ച് അന്നും US ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ രംഗത്തെത്തിയിരുന്നു. അതിനു പിന്നാലെയാണ് പ്യോങ്യാങ് 2ാം ഉപഗ്രഹ പദ്ധതിയുമായി മുന്നോട്ടു പോകുന്നത്. മേഖലയിലെ US സാന്നിധ്യം നിരീക്ഷിക്കാനാണ് ഉപഗ്രഹ വിക്ഷേപണമെന്നാണ് പ്യോങ്യാങ് പറയുന്നത്. വൈറ്റ് ഹൌസ്, പെന്റഗൺ തുടങ്ങിയ തന്ത്രപ്രധാന മേഖലകളുടെ ചിത്രങ്ങൾ ഉപഗ്രഹം പകർത്തിയതായും അവർ അവകാശപ്പെടുന്നു. ഉത്തര കൊറിയയുടെ പ്രധാന ശത്രുവായ ദക്ഷിണ കൊറിയൻ മേഖലയിൽ നിന്നുള്ള നിർണായക വിവരങ്ങൾ ഉപഗ്രഹത്തിലൂടെ പ്യോങ്യാങ്ങിന് ലഭിക്കുമെന്നും ഇത് സുരക്ഷാ ഭീഷണി ഉയർത്തുമെന്നാണ് സൗളിന്റെ ഭീതി. ഉപഗ്രഹ വിക്ഷേപണ നീക്കം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ദക്ഷിണ കൊറിയ പ്രതികരിച്ചു. ഉപഗ്രഹ പദ്ധതിക്കായി ഉത്തര കൊറിയയ്ക്ക് റഷ്യൻ സഹായം ലഭിച്ചിട്ടുണ്ടെന്നും സൗൾ ആരോപിക്കുന്നു. 2024 3 ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കാൻ ഉത്തര കൊറിയ പദ്ധതിയിടുന്നുവെന്നാണ് റിപ്പോർട്ട്. 3ാം തവണയും IPL കിരീടമുയർത്തി കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ്. ഫൈനലിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെ 8 വിക്കറ്റിനാണ് കൊൽക്കത്ത തകർത്തത്. ചെന്നൈ MA ചിദംബരം സ്റ്റേഡിയത്തിൽ നടന്ന ഫൈനലിൽ ടോസ് നേടി ബാറ്റിംഗ് തെരഞ്ഞെടുത്ത ഹൈദരാബാദിന് 114 റൺസ് വിജയലക്ഷ്യം മാത്രമാണ് മുന്നോട്ട് വയ്ക്കാനായത്. 10 വർഷങ്ങൾക്ക് ശേഷമാണ് കൊൽക്കത്ത വീണ്ടും IPL ജയിക്കുന്നത്. 2012, 2014 വർഷങ്ങളിലായിരുന്നു ടീം മുൻപ് കിരീടമുയർത്തിയത്. ടോസ് നേടി ബാറ്റിംഗിനിറങ്ങിയ സൺറൈസേഴ്സ് 18.3 ഓവറിൽ വെറും 113 റൺസിന് പുറത്തായി. IPL ഫൈനൽ ചരിത്രത്തിലെ ഏറ്റവും ചെറിയ സ്കോറാണിത്. 19 പന്തിൽ 24 റൺസ് എടുത്ത ക്യാപ്റ്റൻ പാറ്റ് കമ്മിൻസ് ആണ് ഹൈദരാബാദിന്റെ ടോപ്പ് സ്കോറർ. 23 പന്തുകൾ നേരിട്ട് എയ്ഡൻ മാർക്രം 20 റൺസ് എടുത്ത് പുറത്തായി. ഹൈദരാബാദിന്റെ 7 താരങ്ങൾ 2 അക്കം കടക്കാതെ മടങ്ങി. കൊൽക്കത്തയ്ക്കായി ആൻഡ്രെ റസൽ 3 വിക്കറ്റുകൾ വീഴ്ത്തി. മിച്ചൽ സ്റ്റാർക്ക്, ഹർഷിത് റാണ എന്നിവർ 2ഉം വൈഭവ് അറോറ, സുനിൽ നരൈൻ, വരുൺ ചക്രവർത്തി എന്നിവർ ഓരോ വിക്കറ്റ് വീതവും സ്വന്തമാക്കി. പവർ പ്ലേയിൽ തന്നെ ഹൈദരാബാദിന്റെ 3 വിക്കറ്റുകൾ കൊൽക്കത്ത പേസർമാർ വീഴ്ത്തിയിരുന്നു. വൈഭവ് അറോറയെറിഞ്ഞ് 2ാം ഓവറിലെ അവസാന പന്തിൽ
ട്രാവിസ് ഹെഡിനെ വിക്കറ്റ് കീപ്പർ റഹ്മാനുള്ള ഗുർബാസ് പിടിച്ചെടുത്തു. സ്റ്റാർക്കിനെ നേരിടുന്നതിനിടെ രാഹുൽ ത്രിപാഠിയുടെ ബാറ്റിൽ തട്ടി ഉയർന്നു പൊങ്ങിയ പന്ത് രമൺദീപ് സിംഗ് പിടിച്ചാണ് ഹൈദരാബാദിന്റെ 3ാം വിക്കറ്റ് വീഴ്ത്തിയത്. സ്റ്റാർക്കും അറോറയും ചേർന്ന് പവർ പ്ലേ ഓവറുകൾ എറിഞ്ഞു തീർത്തപ്പോൾ 3-ന് 40 റൺസ് എന്ന നിലയിലായിരുന്നു ഹൈദരാബാദ്. 19ാം ഓവറിൽ ക്യാപ്റ്റൻ കമിൻസിനെ റസൽ പുറത്താക്കിയതോടെ ഹൈദരാബാദിന്റെ പോരാട്ടം 113 റൺസിൽ അവസാനിച്ചു. 10 വർഷങ്ങൾക്കു ശേഷമാണ് കൊൽക്കത്ത വീണ്ടും IPL ജയിക്കുന്നത്. 2012-2014 വർഷങ്ങളിലായിരുന്നു ടീം മുൻപ് കിരീടമുയർത്തിയത്. ഇതോടെ ഗുഡ്നസ് ഈവനിംഗ് ന്യൂസ് ഇവിടെ പൂർണ്ണമാവുന്നു. കൂടുതൽ വാർത്താ അപ്ഡേറ്റുകൾക്കായി ഗുഡ്നസ് ന്യൂസ് ചാനൽ സന്ദർശിക്കുക. നന്ദി.